ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് കുറേ പേർക്കുള്ളൊരു സംശയമാണ്. അപ്പോൾ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞിട്ട് അത് നമ്മൾ യൂസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അത് ആക്ച്വലി നമുക്ക് അതിന് ആനുവൽ ചാർജ് കൊടുത്തില്ലെങ്കിൽ ജോയിനിങ് ചാർജ് കൊടുക്കേണ്ടി വരുമോ? അപ്പോൾ കുറേ പേർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ബജാജ് RBL കാർഡൊക്കെ എടുത്തിട്ട് പിന്നെ അത് വേണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ചാർജ് പിടിക്കുക, അങ്ങനെ കുറേ സംശയങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് വരാറുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ചില കാർഡുകൾക്ക് ശരിക്കും ഡിഫറൻസ് ആണ്. ശരിക്കും ഒരു RBIയുടെ റൂൾ അനുസരിച്ച് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള RBIയുടെ റൂൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ട് അത് ഷിപ്പ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഡെലിവർ ആയതിനു ശേഷം നമുക്ക് ആക്ച്വലി ഒരു 1 മന്ത് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ 1 മന്തിനുള്ളിൽ നമ്മൾ ആക്ച്വലി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് പിൻ ജനറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കാർഡ് ഓട്ടോമാറ്റിക്കലി ഡീആക്ടിവേറ്റ് ആവും, അതായത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നതാണ് ആക്ച്വലി പുതിയ നമ്മുടെ RBIയുടെ റൂൾ. അത് പക്ഷേ എല്ലാ ബാങ്കുകാരൊന്നും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. നിങ്ങൾ ഇതേപോലെ കാർഡ് എടുത്തിട്ട് പിന്നെ യൂസ് ചെയ്യാണ്ട് വെച്ചാൽ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ബില്ലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. കുറേ പേർക്ക് ഇപ്പോൾ ഇതേപോലെ കുറേ പേര് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് നമുക്ക് കമന്റും വരാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് കാലം മുമ്പ് HDFC ബാങ്കിന്റെ ഇതേപോലെ ഇഷ്യൂ ഉണ്ടായിട്ട് ഒരാൾ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഭയങ്കര വലിയ ചാർജായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ബിൽ ജനറേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് അടച്ചില്ലെങ്കിൽ നമ്മുടെ സിബിൽ റിപ്പോർട്ടാവും, സിബിൽ ഡാമേജ് ആവും. അപ്പോൾ അത് പിന്നെ ആകെ പണിയാവും, പിന്നെ നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പണ്ടത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി കാർഡ് വരുമ്പോൾ തന്നെ കാർഡ് ആക്ടിവേറ്റ് ആയി വരിക. അപ്പോൾ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസാണ് ഞാൻ പറഞ്ഞത്. RBIയുടെ റൂൾ എന്ന് പറയുന്നത് ആദ്യത്തെ 1 മാസം നമുക്ക് ഒരു ടൈം കിട്ടുന്നുണ്ട്, ടൈം പീരീഡ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കാർഡ് ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കാർഡ് ഡീആക്ടിവേറ്റ് ആവണമെന്നാണ് റൂള്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി തന്നെ നമ്മുടെ ICICI ബാങ്കിൻ്റെ HPCL കാർഡ് ഉടനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്പോഴത്തെ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി വീഡിയോ പർപ്പസിന് വേണ്ടി എടുത്തതാണ്. ഞാൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് ഓൾറെഡി 3 നമ്മുടെ ICICI ബാങ്കിൻ്റെ കാർഡ് ഉണ്ട്. പിന്നെ 4ാമത്തെ കാർഡായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ഓഫറിൽ വന്നപ്പോൾ എടുത്തതാണ്. പക്ഷെ നമുക്ക് ഷെയർ ലിമിറ്റ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അതിന് ചാർജ് ഉണ്ടായിരുന്നു, 500 രൂപ ചാർജും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ മാക്സിമം അത് ആക്ടിവേറ്റ് ചെയ്യില്ലെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ കാർഡ് ഓൾമോസ്റ്റ് ഇപ്പോൾ ക്ലോസ് ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ICICI ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ കണ്ടു. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞൊരു ഇമെയിൽ വന്നേക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ബ്രൈറ്റ്നസ് കുറയ്ക്കാം. ഇതാ കണ്ടോ, ഇതിലെഴുതിക്കുന്നത് ഇമ്പോർട്ടൻറ്റ്, യുവർ ന്യൂ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എൻഡിങ് വിത്ത് 2003 വിൽ ബി ക്ലോസ്ഡ് ഇഫ് നോട്ട് ആക്ടിവേറ്റഡ് ബൈ ഓഗസ്റ്റ് 27. കണ്ടോ, ഇതാണ് നമ്മുടെ ശരിക്കും RBIയുടെ റൂള്. പക്ഷെ ഇത് എല്ലാ ബാങ്കുകാരും ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം, നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് പിന്നെ അതിനെ വേണ്ട, നമുക്കത് യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലീഗലി തന്നെ ആ സാധനം നമ്മുടെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്തിട്ട്, കോള് വഴി കോൺടാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ അറിയിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് NOC വാങ്ങിച്ചു വെക്കണം എന്ന് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജ്, ഇപ്പോൾ ICICI ബാങ്കിൻ്റെ കാര്യം ഇത് ഒരു 1 മന്തിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ ക്ലോസ് ആവും. പിന്നെയാണ് നമ്മുടെ ആക്സിസ് ബാങ്ക് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നുണ്ട്, HDFC ബാങ്ക് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നുണ്ട്. മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് SBI കാർഡ്സിന് ഒരു പ്രോബ്ലം ഇതുപോലെ, അവരെപ്പോഴും അവരുടെ കാർഡ് ആക്ടിവേറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ പിൻ ജനറേഷൻ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡിന്റെ പിന്ന് ജനറേറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡ് ആക്ടിവേറ്റ് ആയിട്ട് ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ബിൽ ജനറേഷൻ ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ റീസെന്റ് തന്നെ എൻ്റെ വൈഫ് SBIയുടെ IRCTC കാർഡ് എടുത്തപ്പോൾ ഇതുപോലെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തന്നെ ഓർമ്മ. പിന്നെ നമുക്കത് പേ ചെയ്യേണ്ടി വന്നു. അത് പിന്നെ ഞാനത് ആദ്യം പിന്നെ കാർഡ് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ അത് നമുക്ക് പേ ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി ബിൽ ജനറേറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് സിബിലിനെ എഫക്ട് ചെയ്യും. പിന്നെ ഇവർക്ക് മെയിൽ അയച്ചാലും ഇവർ കറക്റ്റായിട്ട് റിപ്ലൈ കാര്യങ്ങളൊന്നും തരുന്നില്ല. അപ്പോൾ കുറച്ച് ഉടായ്പവരുടെയൊക്കെ അവർ ചെയ്യുന്നുണ്ട് SBI കാർഡ്സ്. അപ്പോൾ നിങ്ങൾ ഏത് കാർഡായാലും, ഇപ്പോൾ നിങ്ങളിപ്പോൾ ബജാജ് RBL കാർഡ് ആയിക്കോട്ടെ, SBI കാർഡ് ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ, ആക്സിസ് ആയിക്കോട്ടെ, ICICI ആയിക്കോട്ടെ, കോട്ടക്ക് ആയിക്കോട്ടെ, കോട്ടക്ക് ഇപ്പോൾ തൽക്കാലം വേണ്ട, എനിക്ക് കിട്ടില്ല. അപ്പോൾ ഏത് കാർഡായാലും നിങ്ങൾക്കിപ്പോൾ ആ കാർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് കാർഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ 1 മാസത്തിനുള്ളിൽ തന്നെ അവരെ കസ്റ്റമർ കെയർ നമ്പർ നിങ്ങൾക്ക് കാർഡിന്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കിട്ടും, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അവർക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ക്ലോസിംഗ് ലെറ്റർ അയക്കാം. അപ്പോൾ അത് ഒഫീഷ്യൽ അയച്ചു വയ്ക്കുക. ഏറ്റവും ബെസ്റ്റ് ഇമെയിൽ അയക്കാന്ന് വെച്ചാൽ നമുക്കൊരു പ്രൂഫ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്ത് പറയുമ്പോൾ ചിലവർ ക്ലോസ് ചെയ്യാന്നൊക്കെ പറയും, പക്ഷെ പിന്നെ ഒരു വിവരമുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ശരിക്കും ആക്ച്വലി SBI കാർഡ്സ് ആണെങ്കിൽ നമുക്ക് അവരുടെ ആപ്പിൽ കൂടെ തന്നെ ക്ലോസിംഗ് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. അത് വേറെ കാര്യമായിട്ടാണ്. അപ്പോൾ അത് ക്ലോസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു NOC വാങ്ങിച്ചു വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. എന്ന് വെച്ചാൽ ഈ ക്രെഡിറ്റ് കാർഡിന് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മാസം കഴിഞ്ഞു നമ്മളത് നോക്കിയില്ല, ബിൽ ജനറേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അടച്ചില്ലെങ്കിൽ എല്ലാ മാസവും അതിൽ ഇൻട്രസ്റ്റും സംഭവങ്ങളൊക്കെ ആഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ 1000 രൂപ അടയ്ക്കുന്നതിന് പകരം ചിലപ്പോൾ 10,000 രൂപ അടയ്ക്കേണ്ടി വരും. അത്രയ്ക്കും ഇൻട്രസ്റ്റ് കയറിയ എമൗണ്ട് ആയിട്ടുണ്ടാവും. പിന്നെ അത് ഓൾറെഡി സിബിലൊക്കെ റിപ്പോർട്ട് ആയിട്ടുണ്ടാവും, സിബിലൊക്കെ അടിച്ചു പോയിട്ടുണ്ടായിരിക്കും. പിന്നെ അത് റിവേഴ്സ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഇവരായിട്ട് അടി കൊണ്ടുവരും, കംപ്ലൈന്റ് കൊടുക്കേണ്ടി വരും, RBI ഓംബുഡ്സ്മാന്റെ കംപ്ലൈന്റ് വരും. ഭയങ്കര പുലിവാലി പിടിച്ച പണിയാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ലീഗലി തന്നെ
ക്ലോസ് ചെയ്യുക. ജസ്റ്റ് ഒരു കസ്റ്റമർക്കാരനെ കോൾ ചെയ്യാൻ വേണ്ടോ, അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കുക വേണ്ടോ, അല്ലെങ്കിൽ ട്വിറ്ററിൽ ടാഗ് ചെയ്ത് അയക്കുക. അത്രയൊക്കെ പരിപാടി വേണ്ടോ നമുക്ക്. ഈസി പരിപാടി, എല്ലാവർക്കും കസ്റ്റമർ കെയർ സപ്പോർട്ട് സംഭവിക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയച്ചിട്ട് റിപ്ലൈ സംഭവമൊന്നും ഇല്ലെങ്കിൽ ട്വിറ്ററിൽ ടാഗ് ചെയ്യണം, അപ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടും. അതുപോലെ തന്നെയാണ് നമുക്ക് സിബിലിനെ എഫക്ട് ചെയ്യുമെന്നാണ് കുറേ പേർക്ക് വേറെയുള്ള സംശയം. അപ്പോൾ ഇനീഷ്യലി നമ്മളൊരു കാർഡ് അപ്ലൈ ചെയ്തിട്ട് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ചില സമയത്ത് ചിലവരുടെ സിബിലിൽ ചെറിയൊരു ഡൗൺ കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനീഷ്യലി ചിലപ്പോൾ നമ്മൾ ഇതുപോലെ കാർഡ് ക്ലോസ് ചെയ്യുമ്പോഴും ചെറിയൊരു ഡൗൺ, അത് ഭയങ്കര ചെറിയ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡൗൺ ആണ്. ചിലവരിൽ ഡൗൺ ആവില്ല. അപ്പോൾ ഇത് നിങ്ങൾ അത് വിചാരിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാണ്ടിരിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ബജാജ് RBL കാർഡ് സ്ഥിരം പരിപാടിയാണ്, അവരുടെ ഏജൻസിക്കാരെ വിളിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ള ഒരു കാർഡ്, ഒരു ബേസിക് കാർഡ് ആയിരിക്കും, അത് ചിലപ്പോൾ 3000 രൂപ 4000 രൂപ 5000 രൂപ മാനുവൽ ചാർജ് ജോയിൻ ചാർജ് വരുന്ന കാർഡ് നമ്മളെ ഓടിപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിലാണ് കുറേ പേര് നമ്മളോട് സംശയം ചോദിക്കുന്നത്, ഈ കാർഡ് എനിക്ക് വേണ്ടത് ക്ലോസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ കമന്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. എന്ന് വെച്ചാൽ കുറേ പേരുടെ പേസ്പേ കാർഡ്സ് ഒക്കെ ഇതുപോലെ ഒന്നും ചെയ്യാണ്ട് നിന്നിട്ട് ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ അവർ ഇത്രയും ബില്ല് വന്ന് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ സംഭവം വരും. അപ്പോൾ അത് പിന്നെ പുലാല പിടിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ സ്റ്റെപ്സിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി, നിങ്ങൾക്കൊരു കാർഡ് നിങ്ങൾ അറിയാൻ എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാർഡ് നിങ്ങൾക്ക് ഓഫർ കണ്ടപ്പോൾ നിങ്ങൾ എടുത്തു, പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ ലീഗലി തന്നെ ക്ലോസ് ചെയ്തിട്ട് ആ സംഭവം എന്താ പറയുക, നമുക്ക് NOC വാങ്ങിച്ചു വയ്ക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ഡിജിറ്റൽ NOC അല്ലെങ്കിൽ ഒരു ഇമെയിൽ ആയാലും മതി, അവരുടെ സൈഡിൽ നിന്ന് ഒരു ഇമെയിൽ ആയാലും മതി. നമുക്ക് ഡ്യുവൽ സംഭവമൊന്നും ഇല്ല, അതൊരു NOC എന്താ പറയുക, നമുക്ക് നമുക്കൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ ലോൺ ക്ലോസ് ചെയ്തു, എന്നിട്ട് നമുക്ക് ബാങ്കിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതായത് നമുക്ക് ഇനി ലോൺ ഇല്ല, നമ്മൾ ഇനി തിരിച്ചടയ്ക്കാനൊന്നുമില്ല എന്ന് കിട്ടുന്ന ഒരു സബ്ജക്റ്റാണ് ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ലെറ്റർ ആണ് NOC എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഉള്ള സംഭവം. അല്ലാണ്ട് NOC എടുക്കുമ്പോൾ നിങ്ങൾ പേടിക്കുന്നു വേണ്ട, എല്ലാത്തിനും ഈ NOC സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ സാധനം വാങ്ങിച്ചു വയ്ക്കാൻ മറക്കണ്ട. അത് ലോൺ ആയിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, എന്ത് ക്രെഡിറ്റിന്റെ പരിപാടി ആയിക്കോട്ടെ, അത് NOC ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ സൈഡിലായിക്കോട്ടെ, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, എന്ത് ലോൺ ആയിക്കോട്ടെ കേട്ടോ. അതെന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ അതൊരു പ്രൂഫാണ്. ഇപ്പോൾ സിബിലിനെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇവർ റോങ് റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിബിലിനെ കാണിക്കാനുള്ള ഒരു പ്രൂഫാണ് NOC. അതുകൊണ്ട് നമ്മൾ എടുത്തെടുത്ത് പറയാൻ കാരണം, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ ആയിക്കോട്ടെ, ഡിജിറ്റൽ ആയിക്കോട്ടെ, ഇമെയിൽ ആയിക്കോട്ടെ, ഏത് ത്രൂ NOC ആയാലും അക്സെപ്റ്റബിൾ ആണ് കേട്ടോ, മറക്കണ്ട. അപ്പോൾ ഇത് ഞാൻ ഇത് ആക്ച്വലി പറയണം നമ്മൾ ഒന്നിച്ച്, നമുക്ക് ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട്, നമ്മൾ ഇതില്ലാത്തതുകൊണ്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരപ്പെടാമായി എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എൻ്റെ സ്പീഡ് കുറച്ച് കൂടി, എനിക്ക് എൻ്റെ ഒരു നാച്ചുറൽ സ്പീഡാണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കുറയ്ക്കും, പിന്നെ ഓട്ടോമാറ്റിക്കലി കൂടി വരും, അതാണ് കുഴപ്പപ്പെട്ട. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ലിങ്ക് കളിക്കാൻ താഴെ കൊടുത്തിട്ട് മറക്കണ്ട കേട്ടോ. നമ്മുടെ വെബ്സൈറ്റ് agenji.banksupport.in നിങ്ങൾക്ക് സന്ദർശിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസും അപ്ലൈ ചെയ്യാം. ഇതല്ലാതെ നമ്മുടെ റെഫറൽ ലിങ്ക് ആണ് സെറ്റപ്പിൻ്റെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും കേട്ടോ. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും, മറക്കണ്ട. അപ്പോൾ അടുത്ത കാണാം, ബൈ.